കേരളം യുഎസിനെ കടത്തിവെട്ടി എന്ന് പിണറായി. അതെ, പിണറായിയുടെ കേരളം വളർന്ന് വലുതായി, പടർന്ന് പന്തലിച്ച് പുരനിറഞ്ഞ് യുഎസിനെക്കാളും വലുതായി. ഇനി ഒന്ന് രണ്ട് യുദ്ധം കൂടി അവസാനിപ്പിച്ചാൽ പിണറായി സഖാവിന് നൊബേലിന് ശുപാർശ അയക്കാം. കേരള ചരിത്രത്തിലെ പുതുമയായിരുന്നു തുടർഭരണമെന്നും സർക്കാരിന്റെ തുടർച്ചയായ ഇടപെടൽ കാരണം വലിയ നേട്ടങ്ങൾ ഉണ്ടായി എന്നും അങ്ങ് ദോഹയിൽ ചെന്ന് നിന്നാണ് പിണറായി പറഞ്ഞത്. കേരളത്തിൽ വന്ന് പറയാൻ സഖാവിനത്ര ധൈര്യം പോരാ എന്നതാണ് വാസ്തവം. ശിശുമരണ നിരക്ക് രാജ്യത്ത് 1025. ലോകത്തെ ഏറ്റവും വലിയ വികസിത രാജ്യമായ യുഎസിൽ ഇത് 5.6. കേരളത്തിൽ 5 എന്നും യുഎസിനെ കടത്തിവെട്ടുന്ന നേട്ടം കേരളം ഉണ്ടാക്കിയെന്നുമാണ് പിണറായിയുടെ വാദം. അസാധ്യമായ പലതും കേരളം സാധ്യമാക്കി. ഒന്നും മുന്നോട്ടു പോകിന് തടസ്സമായില്ല. പ്രതിസന്ധികളെ അതിജീവിക്കാൻ കൂട്ടായ സഹകരണത്തോടെ കഴിഞ്ഞു എന്നും വികസനത്തിനോടൊപ്പം ക്ഷേമ പ്രവർത്തനത്തിനും സർക്കാർ മുൻതൂക്കം നൽകിയെന്നും മുഖ്യൻ. കേൾക്കാൻ ഒരു ഗുമ്മക്കെ ഉണ്ടെങ്കിലും ആരോഗ്യ മേഖലയുടെ തകർച്ച, കോവിഡ് ശേഷകാലത്ത് ആശുപത്രികളിലെ തകർന്ന സൗകര്യങ്ങൾ, മരുന്നുകളുടെ അഭാവം, ഡോക്ടർ നഴ്സുമാരുടെ അഭാവം, ചികിത്സാ ചെലവ് വർധനവ്, വിദ്യാഭ്യാസ മേഖലയിൽ രാഷ്ട്രീയ ഇടപെടൽ, ലൈഫ് മിഷൻ ഉൾപ്പെടെ വീട് നൽകൽ പദ്ധതികളിലെ അഴിമതി, ആശാപ്രവർത്തക സമരത്തോടും വനിതാ സമരങ്ങളോടുമുള്ള സർക്കാരിന്റെ അവഗണന, തകർന്ന KSRTCയും റോഡ് സംവിധാനങ്ങളും, സാമ്പത്തിക പ്രതിസന്ധിയിൽ പരാജയപ്പെട്ട തൊഴിൽ സൃഷ്ടിക്കാനുള്ള പദ്ധതികൾ, സ്വർണ്ണക്കടത്ത്, ലൈഫ് മിഷൻ, ബ്രിബറി കേസുകൾ, പ്രളയങ്ങൾക്കും മഴക്കെടുതികൾക്കും ശേഷമുള്ള വൈകിയ പുനർനിർമ്മാണവും ഫണ്ട് അടിച്ചുമാറ്റലും, മാധ്യമ സ്വാതന്ത്ര്യത്തെയും വിരുദ്ധ കക്ഷി ശബ്ദങ്ങളെയും അടിച്ചമർത്താനുള്ള നീക്കങ്ങൾ എന്നിവയൊക്കെ എവിടെ കൊണ്ട് പൂഴ്ത്തി എന്റെ സഖാവി.